ഇതാണ് ഫുഡ് റിഫ്ലക്സോളജി ക്ലിനിക്ക്, പാദസമർത്ഥ ചികിത്സ. അപ്പോൾ ഇന്ന് എനിക്ക് രണ്ടാമത്തെ സിറ്റിംഗ് ആണ്. അന്ന് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കണ്ടീഷൻ, എനിക്ക് ആളെ കണ്ടപ്പോൾ തന്നെ ഒരു അപാകത തോന്നി. കണ്ണൊക്കെ ആകെ തുറച്ചിട്ട് ആകെ പടപടപ്പ്, വേർത്തൊഴുകിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആൾ വന്നത്. അപ്പം എനിക്ക് തോന്നി തൈറോയിഡ് ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് എയ്ഡായിട്ട് തൈറോയിഡിൻ്റെ പോയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തു. എല്ലാ ഹോർമോൺസൊക്കെ ഒന്ന് തൈറോയിഡ്, അഡ്രിനൽ, പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്ലാൻഡ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ കൊടുത്തപ്പോൾ ആൾക്കൊരു ശാന്തമായി. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ഇപ്പോൾ ആൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വരുമ്പോൾ നല്ല ഹാപ്പിയാണ്, നല്ലൊരു എന്താ പറയുക സന്തോഷത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാലം നോക്കട്ടെ എന്നിട്ട് പറയാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ക്ലിനിക്കുള്ള ഇപ്പോൾ എറണാകുളത്തുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം, കാക്കനാട്, പിന്നെ പാലക്കാട്, ചിറ്റൂരടുത്ത് വെമ്പല്ലൂർ എന്ന് പറയും, അവിടെയുണ്ട്. പിന്നെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ നമ്മുടെ പേഴ്സണൽ റെഫറൻസിലൊക്കെ വിളിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമയം സന്ദർഭം പോലെ പോയിട്ട് നോക്കും, ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ അടുത്ത ഞായറാഴ്ച ഒരു ക്യാമ്പുണ്ട് പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ ഏതൊരു 10-15 വർഷമായിട്ട് ഇങ്ങനെ റിഫ്ലക്സോളജി ആയിട്ട് അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ 3 സ്ഥലത്താണ്, ഒന്ന് നമ്മുടെ തൃശ്ശൂരും പാലക്കാടും കാക്കനാടും അല്ലേ, എറണാകുളം. അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നു. എനിക്ക് ശരിക്കും നല്ല റിലാക്സേഷൻ കിട്ടി. അത് ഞാൻ അങ്ങനത്തെ ഒരു ഇതിലാണ് പോയത്. അവിടെ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് കിഡ്നി പ്രോബ്ലം, PCOD, കുറച്ച് പേര് വന്നിട്ട്, അതായത് അവരുടെ നമ്മുടെ ഫുഡ് റിഫ്ലക്സോളജി എന്നാണ് അതിനെ പറയുന്നത്. എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ പീരീഡ് ആവാത്തവർ, ഇറഗുലർ ആവുന്നവർ, ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീടെത്തുമ്പോഴേക്കും അവർക്ക് പീരീഡ് ആവും അത്ര. അപ്പം അങ്ങനെ എല്ലാത്തിനും, പാൻക്രിയാസിൻ്റെ കിഡ്നി പ്രോബ്ലം, കിഡ്നി സ്റ്റോൺസ്, അതേപോലെ വെരിക്കോസ് വെയിനൊക്കെ വളരെ ഇതാണ്, പെട്ടെന്ന് റിലാക്സ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മസാജിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാന്നാണല്ലോ. അങ്ങനെ എല്ലാത്തിൻ്റെയും ഉണ്ട്. അതേപോലെ ഇപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഓരോരുത്തർക്ക് ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ടാണ് ഓരോരുത്തർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ഹാഫ് ആൻ അവർ ചെയ്തു. പിന്നെ ഇങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് കാണിക്കും, ബിക്കോസ് എല്ലാവരും വില്ലിങ് അല്ല. മറ്റേ സ്പൈനൽ കോഡ് ബൾജ് ആവുന്നത്, പിന്നെന്തുട്ടാ ഇത് സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വില്ലിങ് ആകുമ്പോൾ നമുക്ക് കാണിക്കണമല്ലോ. അപ്പോൾ അത് വില്ലിങ് ആവുന്ന സമയത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ എനിക്കൊരു നല്ല റിലാക്സ് കിട്ടിയിരുന്നു. വെച്ചാൽ നമുക്ക് പടപടപ്പ് ഈ തൈറോയിഡ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, ബാലൻസ് ഇവിടുന്ന് ആകെ ഒരു ഇതായിരിക്കും. ഇപ്പോൾ തൈറോയിഡ് ഉള്ളവർക്ക് അറിയായിരിക്കും ഒരു പടപടപ്പ് അങ്ങനത്തെയൊക്കെ. ഒരു അന്നത്തെ ഇന്നിപ്പോൾ എൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആയിരുന്നു, കുഴപ്പമില്ല. അതിപ്പോൾ അവർ പിടിച്ച് നോക്കുമ്പോൾ തന്നെ തൈറോയിഡ് ഇങ്ങനെ കാലിൽ ഒരു കല്ലിച്ച് നിൽക്കണതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു 8 സിറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 75 ആണ് ഞാൻ കഴിക്കുന്നത്. അത് അതേപോലെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഞാൻ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഞാൻ ഇവിടെ ഇടാം. 5 something ആണ്. ഇത് 8 സിറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.